എന്താണ് ഹാക്കിംഗ്? നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഹാക്കിംഗ്, ഫേസ്ബുക്ക് ഹാക്കിംഗ്, ബാങ്കിൽ പൈസ ഹാക്ക് ചെയ്തെടുത്തു, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ന്യൂസ് ചാനലുകളിലുമായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് നമ്മുടെ കേരളത്തിലാണ് ഡാറ്റ സുരക്ഷയെ പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് എ സെക്യൂരിറ്റി വീക്ക്നെസ് ഓർ വൾനറബിലിറ്റി ടു ഗെയിൻ ആൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു എ സിസ്റ്റം ആൻഡ് ടു സ്റ്റീൽ ദ പേഴ്സണൽ ഡാറ്റാസ് ഇൻസൈഡ് ദ സിസ്റ്റം. അതായത് ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് അല്ലെങ്കിൽ വൾനറബിലിറ്റി യൂസ് ചെയ്ത് ഒരു സിസ്റ്റത്തിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഗെയിൻ ചെയ്യുകയും ആ സിസ്റ്റത്തിലുള്ള പേഴ്സണൽ ഫയൽസ് കളക്ട് ചെയ്യും, ആ സിസ്റ്റത്തിലുള്ള പേഴ്സണൽ ഫയൽസ് ലൈക്ക് സ്റ്റീൽ ചെയ്യും, മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആണെങ്കിൽ ഈ കോഴ്സ് നമ്മളിങ്ങനെ പഠിക്കും. ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, റൈറ്റ്? ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന കൺസെപ്റ്റ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന കൺസെപ്റ്റ് ഈ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ്. അതായത് ഒരു സെക്യൂരിറ്റി വൾനറബിലിറ്റി അല്ലെങ്കിൽ വീക്ക്നെസ് കണ്ടുപിടിച്ച് ആ സിസ്റ്റത്തിനകത്തേക്ക് കയറി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ്, അൺഓതറൈസ്ഡ് അല്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ് ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വിളിക്കുക. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഒരു വൾനറബിലിറ്റി, എന്താണ് ഒരു സെക്യൂരിറ്റി വീക്ക്നെസ്, എന്താണ് ഒരു വൾനറബിലിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി വീക്ക്നെസ് എന്ന ചോദ്യത്തിന് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ അതിനുള്ള ഉത്തരം കണ്ടെത്താം. നിങ്ങളുടെ വീടിനെ പറ്റി ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ വീട്, ഇപ്പൊ നിങ്ങളുടെ വീട്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റൽ, എനിത്തിങ് ലൈക്ക് ആ ഒരു ബിൽഡിങ്ങിന് അതിന് ചുറ്റും നമ്മളൊരു മതിൽ കെട്ടിയിട്ടുണ്ട് അല്ലെ. ചുറ്റുള്ള ഈ മതിലിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മളുടെ വീടിന് ഒരു പ്രൊട്ടക്ഷൻ തരിക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ മതിലിന് ഒരു ഗേറ്റും ഉണ്ടാവും, റൈറ്റ്? ആ ഗേറ്റിൽ കൂടെ ഒരു അറിയാവുന്ന ഒരാൾക്ക്, അതായത് നമ്മളുടെ ഭാഷയിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കയറി വരാൻ പറ്റും. അതാണ് മതിലിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇനി ഇവിടെ എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റിയും വീടും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് പറയാം. സോ ഇവിടെ ഒരു കള്ളനെ പറ്റി ആലോചിക്കുക. ഒരു കള്ളൻ വരികയാണ്, ആ കള്ളന് കയറാൻ എത്ര വഴികളുണ്ട്? 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് മതിൽ ചാടാം, അല്ലെങ്കിൽ ഗേറ്റിന്റെ പൂട്ട് തല്ലി പൊളിക്കാം, അല്ലെങ്കിൽ ഗേറ്റ് ചാടാം, റൈറ്റ്? അങ്ങനത്തെ ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ, റൈറ്റ്? ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ കീപ് ഇറ്റ് അസൈഡ്. ഇനി ഒരു ദിവസം ഒരു മഴ പെയ്തു എന്ന് കരുതുന്നത്. ഈ മഴ പെയ്തപ്പോൾ ഈ മതിലിന്റെ ഒരു ചെറിയ പോർഷൻ ഇളകി വീണുപോയി. ഇപ്പൊ കള്ളൻ എന്തായി? പുതിയൊരു എൻട്രി പോയിന്റ് കിട്ടി. പുതിയൊരു എൻട്രി പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ അയാൾക്ക് മതിൽ ചാടേണ്ട ആവശ്യമില്ല, ഗേറ്റിന്റെ പൂട്ടുതൽ പൊളിക്കേണ്ട ആവശ്യമില്ല, ഗേറ്റ് ചാടേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല, ബുദ്ധിമുട്ടില്ല. അതുവഴി ഞാൻ കയറി പോയാൽ മതി. സോ കള്ളൻ എന്തായി? കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി. ഇവിടെ നമുക്ക് ഉണ്ടായ കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മളുടെ വീടിന്റെ പ്രൈമറി സെക്യൂരിറ്റി ആയിരുന്ന മതില് എന്ന സെക്യൂരിറ്റിക്ക് എന്ത് സംഭവിച്ചു? ഒരു വീക്ക്നെസ് സംഭവിച്ചു, റൈറ്റ്? അതായത് ആ മതിൽ പൊളിഞ്ഞു വന്ന ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് ആണ്, ആ സെക്യൂരിറ്റിയിൽ ഉണ്ടായ ഒരു വീക്ക്നെസ് ആണ്. ഈ വീക്ക്നെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൾനറബിലിറ്റി. ഓക്കെ, ഇതേ കാര്യം കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് സെക്യൂരിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സെക്യൂരിറ്റീസിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്ന ചെറിയൊരു മിസ്റ്റേക്ക്, അതിനെയാണ് സെക്യൂരിറ്റി വീക്ക്നെസ് അല്ലെങ്കിൽ വൾനറബിലിറ്റി നമുക്ക് വിളിക്കാൻ കഴിയുക. ആ വൾനറബിലിറ്റി യൂസ് ചെയ്ത് അറ്റാക്കർ എന്ത് ചെയ്യാൻ പറ്റും? ഈ സിസ്റ്റത്തിനകത്തേക്ക് കയറാൻ പറ്റും. ആ ഓരോ വൾനറബിലിറ്റിയും ആ വൾനറബിലിറ്റി എന്ത് സെക്യൂരിറ്റി വീക്ക്നെസ് ആണ് എന്നതിനെ ബേസ് ചെയ്തിരിക്കും അതിനകത്ത് കിട്ടുന്ന ആക്സസ്. ബട്ട് അറ്റാക്കറെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ പറയുന്ന വൾനറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളൊരു 1 ക്ലിക്ക് ബട്ടണിലോ അല്ലെങ്കിൽ 1 ക്ലിക്കിലോ നടക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് അതിനകത്ത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പ്രൊസീജിയേഴ്സിനെ നമ്മൾ 5 ഫേസസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 5 ഫേസസ് ആണ് ഹാക്കിങ്ങിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത്, ഹാക്കിംഗ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ 5 ഫേസസ് ആണ്. ഫസ്റ്റ് ഫേസ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ത് സംഭവിക്കുക? നമ്മളുടെ വിക്ടിം അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റിനെ പറ്റിയുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വെച്ചിട്ട് അതിന്റെ ടെക്നിക്കൽ ഇൻഫർമേഷൻ കളക്ഷൻ നടത്തുന്നു. ഓക്കെ, ഇൻഫർമേഷൻ ഗ്യാതറിംഗിന്റെ ബേസിക്സ് എന്താണ്? ബേസിക്കലി ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആയിട്ടുണ്ട്. ബേസിക്കലി ഇൻഫർമേഷൻ അതായത് നമുക്കൊരു ഓവറോൾ ആയിട്ട് നോക്കാം. അപ്പൊ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വിക്ടിമിനെ പറ്റിയുള്ള നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള, ടെക്നിക്കൽ അല്ലാത്ത ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഒരു കമ്പനിയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര്, ആ കമ്പനിയുടെ CEO, ചെയർമാൻ, MD, ഡയറക്ടേഴ്സ്, അവിടുത്തെ എംപ്ലോയീസിന്റെ എണ്ണം, അതുപോലെ അതിന്റെ ഫിസിക്കൽ ലൊക്കേഷൻ, അങ്ങനെയുള്ള നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ആണ് ഫസ്റ്റ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് നമ്മൾ കൂടുതൽ കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഒരു നെറ്റ്വർക്ക് സ്കാനിങ് നടത്തും.
ഓക്കെ, നെറ്റ്വർക്ക് സ്കാനിങ് അല്ലെങ്കിൽ സ്കാനിങ് നെറ്റ്വർക്ക്സ് എന്ന് പറയാം. ഓക്കെ, ബോത്ത് സെയിം. സോ നെറ്റ്വർക്ക് സ്കാനിങ് നടത്തുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളക്ട് ചെയ്ത നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻ വെച്ച് ഇവരുടെ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് കൂടുതൽ ക്യാപ്ചർ ചെയ്യും. കൂടുതൽ കളക്ട് ചെയ്തതിന് ശേഷം ആ നെറ്റ്വർക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് നോൺ ടെക്നിക്കൽ ഡീറ്റെയിൽസ് രണ്ടും ഒരുമിച്ച് വെച്ച് എന്ത് ചെയ്യാം, ആ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ വെബ്സൈറ്റില് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തായാലും സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റം അതിൽ ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. ഈ ഒരു പ്രോസസ്സാണ് നെറ്റ്വർക്ക് സ്കാനിങ് നടക്കുക. അതിൽ ആ ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് വൾനറബിലിറ്റി അനാലിസിസ് എന്നാണ്. വൾനറബിലിറ്റി അനാലിസിസ്. ഈ വൾനറബിലിറ്റി അനാലിസിസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ആണ് ഇതുവഴി നമുക്ക് കയറാൻ പറ്റും. ഏതാണ് ഈ സിസ്റ്റത്തിനകത്തേക്ക് കയറാനുള്ള എന്റെ എൻട്രി പോയിന്റ്, ഇതെനിക്ക് കിട്ടും. സോ ആ എൻട്രി പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ഈ എൻട്രി പോയിന്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ ആ ടേമിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കോഡാണ്, ഒരു പീസ് ഓഫ് കോഡാണ്, അല്ലെങ്കിൽ സ്നിപ്പറ്റ് ഓഫ് കോഡാണ്. ഈ കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കണ്ടുപിടിച്ച സെക്യൂരിറ്റി വൾനറബിലിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി വീക്ക്നെസ്സിനെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ സെക്യൂരിറ്റി വീക്ക്നെസ്സിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും, ചൂഷണം ചെയ്യാൻ കഴിയും. ചൂഷണം ചെയ്ത് നമുക്ക് ആ സിസ്റ്റത്തിനകത്തേക്ക്, ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തേക്ക് കയറാൻ സാധിക്കും. ഇതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്രയുമാണ് ഒരു ഹാക്കിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ഈ പ്രൊസീജിയേഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. അതാണ് വരും ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുക. സോ അപ്പൊ നിങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതാണ് ബേസിക് ഹാക്കിങ്ങിന്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹാക്കിങ്ങിന്റെ ഒരു ഫേസസ് എന്ന് പറയുന്നത്. ഇനി 2 ഫേസസ് ഉണ്ട്, അതിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് ഹാക്കിങ്ങിന്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മളുടെ വീടിലേക്ക് തിരിച്ചു പോവാം. വീടിന്റെ ഓപ്ഷനിലേക്ക്, വീടിന്റെ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോവാം. ആ വീടിന്റെ എക്സാമ്പിളിൽ നിങ്ങൾക്കറിയാം, അവിടെ ഒരു കള്ളന് മതിൽ പൊളിഞ്ഞാൽ മാത്രമല്ല കയറാൻ പറ്റും, മതിൽ ചാടിയും കയറാം. മതിൽ ചാടി കയറുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് ഉണ്ടാവുന്നുണ്ടോ? മതിൽ എന്ന സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവുന്നുണ്ടോ? ഒബിയസ്ലി ദ ആൻസർ ഈസ് നോ. കാര്യം മതിലിന് യാതൊരു പ്രശ്നമില്ല. മതിലിനെ ആര് ബൈപ്പാസ് ചെയ്യുന്നു? കള്ളം ബൈപ്പാസ് ചെയ്യുന്നു. ദ സെയിം വേ സിസ്റ്റത്തിലും ഇതേ പ്രോസസ്സ് നടക്കും. അതായത് കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യത്തിലും ഇതേ പ്രോസസ്സ് ഓക്കെയാണ്, നടക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ്? ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ്. അതായത് സെക്യൂരിറ്റീസിനെ യാതൊരു പ്രശ്നമില്ലാണ്ട് ബൈപ്പാസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഹാക്കിംഗ് ഇൻ ടു ഹ്യൂമൻ മൈൻഡ്. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അറ്റാക്ക് ചെയ്ത് കയറുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഹാക്കിംഗ് ഇൻ ടു ഹ്യൂമൻസ് മൈൻഡ്. അതായത് മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് അവന്റെ പേഴ്സണൽ ഡാറ്റാസ് കളക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ബാങ്കിൽ നിന്ന് വരുന്ന കോളുകളിൽ എന്തുണ്ട്? സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്ന് വരുന്ന കോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എന്ത് സംഭവിക്കുക, ബാങ്കിൽ നല്ല വിളിക്കുന്നത് ഒരു അറ്റാക്കറാണ് വിളിക്കുന്നത്. അറ്റാക്കർ എന്താണ്? അയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ചെയ്യുന്നത്. 2019 വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ക്രൈം ഉണ്ടായി ഇതുമായിട്ടുള്ള. ഏകദേശം 9 ലക്ഷത്തോളം രൂപ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് അറ്റാക്കേഴ്സ് കളക്ട് ചെയ്യണ്ടേ. 9 ലക്ഷത്തോളം രൂപ ഒരു ബാങ്ക് മാനേജർ എന്ന രീതിയിൽ വിളിച്ച് അറ്റാക്കർ എന്ത് ചെയ്തു? അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപയാണ് എടുത്തത്. 9 ലക്ഷം രൂപ ചെറിയ എമൗണ്ട് അല്ല. സോ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അറ്റാക്ക് എപ്പോഴും വളരെയധികം നമ്മൾ എത്രയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? ഹ്യൂമൻ മൈൻഡിലാണ്. അതായത് മനുഷ്യനാണ് ഇവിടെ വൾനറബിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. റൈറ്റ്, നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള എന്തൊരു വൾനറബിലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ പാച്ച് ചെയ്യാൻ പറ്റും, അതായത് അതിനെ ഇല്ലാണ്ടാക്കാൻ കഴിയും. നമുക്കത് ഏത് കോഡിലാണോ അല്ലെങ്കിൽ ആ കോഡിന്റെ ഏത് പാർട്ടിലാണോ ഇഷ്യൂ ഉണ്ടായത് അത് നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആണ്. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഹ്യൂമൻ എറേഴ്സ് അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇന്നും ഹാക്കിംഗ് എന്ന കൺസെപ്റ്റ് ഇപ്പോഴും പോസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വളരെയധികം അറ്റാക്കുകൾ, ഇപ്പൊ കൂടുതൽ ഫേസ്ബുക്ക് അറ്റാക്കുകളൊക്കെ ഇത് തന്നെയാണ് പ്രോസസ്സ് സംഭവിക്കുന്നത്. ബേസിക്കലി എല്ലാത്തിലും ഈ ഒരു പ്രോസസ് തന്നെയാണ് സംഭവിക്കുക. സോ ഹ്യൂമൻ എറേഴ്സ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫണ്ണി ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹാക്കിംഗ് ഈസ് നോട്ട് എ മാജിക്, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആൻഡ് നോളജ് എന്ന് പറയാം. അത് നോളജും സോഷ്യൽ എഞ്ചിനീയറിംഗ്, ആളോട് നല്ല രീതിയിൽ സൂത്തിങ് ആയിട്ട് സംസാരിക്കാനുള്ള കഴിവും അറിവും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും ഹാക്കിംഗ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പറഞ്ഞു പറ്റിച്ച് ഈ സെക്യൂരിറ്റീസിനെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ഒരു സിസ്റ്റത്തിനകത്തേക്ക് ഇറങ്ങണമെങ്കിൽ 2 വഴികളാണുള്ളത്. ഒന്ന്, അയാൾക്ക് ആ വൾനറബിലിറ്റീസിനെ യൂസ് ചെയ്യാം. 2, അയാൾക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന കൺസെപ്റ്റിനെ യൂസ് ചെയ്യാം.
ഇതിൽ ഏത് യൂസ് ചെയ്ത ഒരു അറ്റാക്കറിന് സിസ്റ്റത്തിനകത്തേക്ക് കയറാൻ പറ്റും. അല്ലാണ്ട് ഒരാൾക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ തന്നെ ചെയ്യാൻ പറ്റില്ല. അതിന് ആ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ പ്രൊസീജിയർ ആണ് പിന്നീട് നമ്മൾ ഈ കോഴ്സിൽ ഇനി മുന്നോട്ട് പഠിക്കും. സോ ഇനി ഇവിടെ മുതൽ നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിങ്ങിൽ ഞാൻ കൂടുതലും സ്ക്രീൻസ് ആയിരിക്കും യൂസ് ചെയ്യുക, പ്രസന്റേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. പ്രസന്റേഷൻസ് യൂസ് ചെയ്ത് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. താങ്ക് യു, ബൈ.